ഡി സുരേഷ് കുമാർ, ഇവിടെ നോക്കൂ, കഴിഞ്ഞ ദിവസം ജിയോണയുമായി ബന്ധപ്പെട്ടുള്ള നിയമനവും ഈ രീതിയിൽ തന്നെയാണ് ചർച്ചയായത്. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നതും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ അത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം മുഖ്യമന്ത്രിയിലേക്ക് പോകുന്നതും നമ്മൾ കണ്ടു. ഇപ്പോൾ മറ്റൊരു നിയമനവുമായി ബന്ധപ്പെട്ട് ഈ DS ശരത്തുമായി ബന്ധപ്പെട്ട് മറ്റൊരു തരത്തിലുള്ള ആരോപണം ഉയരുന്നു. ഇന്നിപ്പോൾ മുഹമ്മദ് റിയാസ് തന്നെ വലിയ രീതിയിൽ അത് സംഘപരിവാർ ബന്ധമാക്കി കാണിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് കണ്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സംഘപരിവാറുകാർ കയറി ഇറങ്ങുന്നു എന്നൊരു ആരോപണമൊക്കെ ഉയരുന്നു. നോക്കൂ, എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ SFIയുമായി ബന്ധപ്പെട്ട ആളുകളും നിയമിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇത് സംഘപരിവാറുകാർക്ക് വേണ്ടി മാത്രം എന്തോ ചെയ്യുന്നു എന്ന തരത്തിൽ കാണണമോ? നോക്കൂ, നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നൊരു രാഷ്ട്രീയ പശ്ചാത്തലം കേരളത്തിലുണ്ട്. ആ രാഷ്ട്രീയ പശ്ചാത്തലത്തിൻ്റെ എല്ലാവിധ മേന്മകളും കോൺഗ്രസ് സ്വായത്തമാക്കിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിന് മുൻനിരയിൽ നിന്ന് ആ പട നയിച്ചത് അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ശ്രീ VD സതീശനാണ്. അദ്ദേഹം എന്താണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട്, മലയാളികളോട് തുടർച്ചയായി പറഞ്ഞുകൊണ്ടുവരുന്നത്? ഞാൻ കേരളത്തിൻ്റെ മതനിരപേക്ഷതയുടെ കാവൽക്കാരനാണ്, അതുകൊണ്ട് തന്നെ മതനിരപേക്ഷതയ്ക്ക് പോറലേൽക്കുന്ന യാതൊരുവിധ നടപടിക്രമങ്ങളും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല. എന്നാൽ തുടർന്ന് അദ്ദേഹം അധികാരമേറ്റെടുത്ത് ദിവസങ്ങൾ മാത്രം കഴിയുന്ന സന്ദർഭത്തിൽ കേരളത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം എന്താണ്? PM ശ്രീയുടെ നിയമനമായിരുന്നാലും ശരി, തെരഞ്ഞെടുപ്പ് കമ്മീഷനുടെ നിയമനമായിരുന്നാലും ശരി, ഈ ലൈഫ് ഭവന പദ്ധതിയിൽ അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അതുമായി ബന്ധപ്പെട്ട ലോഗോ പതിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നാലും ശരി, സർവകലാശാല സിൻഡിക്കേറ്റുകളിൽ വൈസ് ചാൻസലർമാരെ തീരുമാനിക്കുന്ന കാര്യമായിരുന്നാലും ശരി, ഏത് വിഷയം എടുത്തു പരിശോധിച്ചാലും ശരി, അതിനകത്ത് ഒരു സംഘപരിവാര വിധേയത്വം തുടർച്ചയായി ശ്രീ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് ഉയരുന്ന ചെറു ശബ്ദങ്ങളെ, അല്ലെങ്കിൽ വിമത ശബ്ദങ്ങളെ അദ്ദേഹം മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല. അദ്ദേഹം ഒറ്റയാൻ പോക്കാണ് ഇക്കാര്യത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നെ അതിശയിപ്പിക്കുന്നത്, ഇവിടെ കോൺഗ്രസിൻ്റെ സഹയാത്രികനായി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീകുമാർ സാർ, അദ്ദേഹം പറയുന്നത് ഇന്നലെ ഈ നിയമനം കിട്ടിയ ആൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇന്നോ ഇന്നലെയോ BJPയിൽ നിന്ന്, സംഘപരിവാറിൽ നിന്ന് കോൺഗ്രസ് രാഷ്ട്രീയം അദ്ദേഹം സ്വീകരിച്ചിരിക്കാം എന്ന ഒരു ആശയമാണ് അദ്ദേഹം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എത്രമാത്രം ഗതികെട്ട അവസ്ഥയിലാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധികൾക്ക് പോലും ഇവിടെ പെർഫോം ചെയ്യേണ്ടി വരുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇങ്ങനെയാണോ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിൻ്റെ നയം, ഒരു പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ നയം പറയേണ്ടുന്നയാളാണ്. ആ നയം പറയേണ്ടുന്നയാളിനെ നിയമിക്കുമ്പോൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന ആളുകൾക്ക് ഇത്രയും വികലമായിട്ടുള്ള വാക്യങ്ങൾ ഇത്തരം ചർച്ചയിൽ പറയേണ്ടി വരുന്നത് അവർ എത്തിച്ചേർന്നിരിക്കുന്ന രാഷ്ട്രീയ ദുരവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതൊന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കേരളത്തിൽ അദ്ദേഹത്തിനെതിരായി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിനകത്ത് സംഘപരിവാര പ്രത്യയശാസ്ത്രത്തിൻ്റെ വിഷം തുപ്പുന്ന ആളുകൾ അവർക്കൊന്നും ഒരു ലഗാനുമില്ലാതെ SFI നേതാവിന് ഗവൺമെന്റ് ലീഡർ നിയമനം ലഭിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ആരോപണം നിങ്ങൾക്കുണ്ടോ? സംഘപരിവാർ ബന്ധം വരുമ്പോൾ മാത്രം ഇത് സംഘപരിവാറുകാരെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് നിയമിച്ചതാണ് എന്നൊരു ആരോപണം വരുന്നത് എങ്ങനെയാണ്? ഇതിപ്പോ മെറിറ്റ് നോക്കിയുള്ളൊരു നിയമനമാണ് എന്ന് കരുതിക്കൂടെ? ഒരുപക്ഷേ ഞാൻ അതിനെ സംബന്ധിച്ച് പറയാം. അപ്പോൾ ഈ SFI നേതാവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രതിദാനം ചെയ്ത നേതാവോ അവിടെ ഏതെങ്കിലും സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നതിനെ സംബന്ധിച്ചൊക്കെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ നവമാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ കണ്ടാൽ നമുക്കറിയാം. അതിനകത്ത് നടക്കുന്നത് പച്ചയായ ഈ രാഷ്ട്രീയ അധികാരത്തിൻ്റെ പിൻബലത്തിൽ പച്ചയായ അഴിമതിയാണ്, വിലപേശലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പശ്ചാത്തലം മുൻകാലങ്ങളിൽ എടുത്തിരുന്ന ആളുകൾ ഏതെങ്കിലും പദവികളിലേക്ക് എത്തിച്ചേരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നേതാക്കന്മാരുടെ ഇഷ്ടപ്രകാരം നടക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഇവിടെ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയൊക്കെ ആ ഉദ്ദേശം വരുന്ന നിലയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? കോൺഗ്രസ്സിന് രാഷ്ട്രീയ അധികാരം കിട്ടുന്ന സന്ദർഭത്തിൽ അത് സംഘപരിവാര പ്രത്യയശാസ്ത്രത്തിന് കൂടെ വീതം വെച്ച് നൽകുന്ന ഒരു പ്രവണത ഇവിടെയുണ്ട്. അതാണ് ഇവിടെ മുഴച്ചു നിൽക്കുന്നൊരു കാര്യം. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. PM ശ്രീയിൽ അതുണ്ടായിട്ടുണ്ട്. എന്താണ് PM ശ്രീയെക്കുറിച്ച് കേരളത്തിൽ ഈ ഇലക്ഷൻ്റെ പ്രചാരണ വേളയിൽ പോലും UDFൻ്റെ ഏറ്റവും മുൻനിര നേതാക്കന്മാരായിരുന്നവർ, ഇന്ന് മന്ത്രിമാരായി വിരാജിക്കുന്നവർ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? കേരളത്തിൻ്റെ
പൊതുസമൂഹത്തെ നോക്കി. ശരി. അതുപോലെ തന്നെ ഈ ഓരോ കാര്യങ്ങളെടുത്ത് നോക്കിയാൽ സർവകലാശാല സിൻഡിക്കേറ്റുമായി അവർ പറയുകയാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ആ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും പറയുകയാണ്, ഞങ്ങളൊരു തുറന്ന യുദ്ധത്തിന് ഗവർണറുമായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതാണ് സന്ധി എന്ന്, ട്രീറ്റി എന്നുള്ള ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള വാക്ക് അതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് തിരഞ്ഞെടുപ്പിന് മുമ്പേ ഉണ്ടായ ഒരു ട്രീറ്റി, അത് ബ്രീച്ച് ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന നിലയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് എത്തപ്പെട്ടിരിക്കുന്ന ഏറ്റവും ദുരന്തപൂരിതമായിട്ടുള്ള അവസ്ഥ. മാത്രവുമല്ല, ഇപ്പം നോക്കൂ, അദാനിയുമായി ബന്ധപ്പെട്ട വിഷയം വന്നു. അദാനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടെന്താണ്? AICC നേതൃത്വത്തിൻ്റെ നിലപാടെന്താണ്? കേരളത്തിലെ കോൺഗ്രസിൻ്റെയും അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെയും നിലപാടെന്താണ്? ഈ നിലപാടുകളെ സംബന്ധിച്ച് ഒരക്ഷരം ഉരിയാടാൻ, അല്ലെങ്കിൽ വസ്തുതാപരമായി നിങ്ങൾ ചെയ്യുന്നത് പിശകാണ്. മദ്യനയത്തിൻ്റെ കാര്യത്തിൽ VM സുധീരനടക്കമുള്ള ആളുകൾ, ചെറിയ ആളുകളല്ലല്ലോ, കേരളത്തിലെ കോൺഗ്രസിന് നേതൃത്വം നൽകി, ദീർഘകാലം മന്ത്രിസഭയിൽ നേതൃത്വം നൽകി, ഇന്ത്യൻ പാർലമെൻറ്റിൽ ശബ്ദമായിരുന്ന VM സുധീരനെ പോലുള്ള ആളുകളുടെ ശബ്ദത്തിന് പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോകുമ്പോൾ അദ്ദേഹത്തെയൊക്കെ എന്ത് ചെയ്താലും ന്യായീകരിക്കുന്നതിന് വേണ്ടി ഈ സന്ധ്യാനേരത്ത് വന്നിരിക്കുന്ന ശ്രീകുമാർ സാറിനെ പോലുള്ളവരുടെ അധപ്പതനം കാണുമ്പോൾ സത്യത്തിൽ ദുഃഖം തോന്നുകയാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.